എൻ്റെ കുടുംബ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ജ്ഞാനം ഞാൻ ആദ്യം പങ്കുവയ്ക്കട്ടെ. എന്ന് പറഞ്ഞാൽ പുറമേക്ക് നോക്കുമ്പോൾ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്, കോൺഗ്രസ്സുകാരാണ്, അല്ലെങ്കിൽ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തിട്ടുള്ള പലതരത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യരാണ്. വിശ്വാസം പുറത്ത് പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ വളരെ ചെറിയൊരു ഗ്രൂപ്പ് മാത്രമേ ഈ പറയുന്ന RSSകാരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ RSSകാരാണ് നിരന്തരമായിട്ട് ഈ സന്ദേശം അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദേശം എന്ന് പറയുന്നത് ഈ ഔറംഗസീബ് ഇത്ര ഹിന്ദുക്കളെ കൊന്നു, അല്ലെങ്കിൽ അക്ബർ ഇന്ന നികുതി ചുമത്തി എന്ന് പറഞ്ഞാൽ പകുതി നുണയും മുഴുവൻ നുണയും ഒക്കെ ആയിട്ടുള്ള സന്ദേശങ്ങൾ. ഇതാദ്യം വരുമ്പോൾ ഇതാദ്യം പ്രത്യക്ഷപ്പെടുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ 2014 മോഡി വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്നുണ്ട്. അവരാണ് ആദ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയ്ക്ക് സെല്ലുണ്ടാക്കുന്നത്. സ്വാതി ചതുർവേദിയിലെ ഒരു നല്ല പുസ്തകം ഉണ്ട്, ഐ ആം നോട്ട് എ ട്രോൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ സ്വാതി ചതുർവേദി എന്ന് പറയുന്ന സ്ത്രീ IT മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അവര് ഇന്ത്യയിൽ തിരിഞ്ഞു നോക്കി അമേരിക്കയിലൊക്കെ പോയി പണിയെടുക്കുന്നു. ഇന്ത്യയിൽ നോക്കുമ്പോൾ അന്ന് രണ്ടാം UPA ഗവൺമെന്റാണ്. അവരെന്നും പത്രം നോക്കുമ്പോൾ ഈ അഴിമതിയിൽ അങ്ങേത്തല ആ അഴിമതി മാത്രം നിറഞ്ഞൊരു ഭരണകൂടമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവർക്ക് ആകെ ഈ പറയും ഞാൻ ഇത്ര പഠിച്ചു, എനിക്ക് ഇത്ര ടെക്നോളജി അറിയാം, എന്നിട്ട് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് അവര് ആത്മപ്രചോദിതയായിട്ട് ഇന്ത്യയിൽ വരികയാണ്. എനിക്ക് എന്തെങ്കിലും അഴിമതിക്കെതിരെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അണ്ണാ ഹസേരയുടെ ആ സമയത്ത് അഴിമതി സമരമൊക്കെ നടക്കുന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ മുഴുവൻ RSSും BJP കൂടി പിടിച്ചുകൊണ്ട് പോകുന്നു. BJP കൂടി പിടിച്ചുകൊണ്ട് പോയിട്ട് ആദ്യം ചെയ്യുന്നത് ഇവരെ ഉപയോഗിച്ചിട്ട് അഴിമതിക്കെതിരെയുള്ള കുരിശുദ്ധം എന്നുള്ള വ്യാജേന ഒരു ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിനെ മുഴുവൻ, അന്ന് ഇന്നത്തെ പോലെ ഈ സാങ്കേതിക സാക്ഷരത കുറവാണ്, ഇന്നത്തെ അത്ര ഇല്ല, ഇത്ര മൊബൈൽ ഫോണില്ല, ഇത്ര തരത്തിലുള്ള ഗാഡ്ജറ്റുകളൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഉള്ള ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവര് നോക്കുമ്പോൾ 2 വർഷം ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. അവര് വളണ്ടിയർലി ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ഈ രണ്ടാം UPA ഗവൺമെന്റിനെ അട്ടിമറിച്ചാലേ ഇന്ത്യ മുന്നോട്ട് പോകുന്നുള്ളൂ എന്നുള്ള ഒരു ധാരണയിൽ വന്നിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിലൊരു മെസ്സേജ് എത്തുകയാണ്. ആ മെസ്സേജ് വായിച്ചു നോക്കുമ്പോൾ ഇതേപോലത്തെ ഒരു മെസ്സേജാണ്. എന്ന് പറഞ്ഞാൽ അക്ബർ ജഹാംഗീർ അത് ചെയ്തു, ശിവാജി ഹിന്ദു സൈന്യത്തിന് വേണ്ടി തിരിച്ചടിച്ചു, ഈ തരത്തിലുള്ള ഒരു കഥയാണത്. ഇവർക്ക് കുറച്ച് ചരിത്രവും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് അവർ ആ തലവനോട് പറഞ്ഞു, ഇത് തെറ്റാണല്ലോ, ഇത് ശരിയല്ലല്ലോ, നമ്മൾ ഒന്നാമത് അതിന് വേണ്ടിയിട്ടല്ല എന്നെപ്പോലുള്ള ആൾക്കാർ വന്നിട്ടുള്ളത്, നമ്മൾ അഴിമതിക്കെതിരെ യുദ്ധം നടത്താനാണ് വന്നിട്ടുള്ളത്. ഒന്ന്, അവിടെ ഇത് ആവശ്യമില്ല. രണ്ടാമത്തത് ഈ സംഗതി മൊത്തം തെറ്റാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഈ നമുക്കൊരു തിയറി ഉണ്ട്, ഞങ്ങൾ കുറെ കാലം അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ്. എന്ന് പറഞ്ഞാല് ഒരു 100% തെറ്റായ മെസ്സേജസ് നിങ്ങളുടെ കയ്യിൽ കൂടെ, എന്ന് പറഞ്ഞാൽ ടെക്കികളുടെ കയ്യിൽ കൂടെ ഒരു സമയത്ത് പരത്തി കഴിഞ്ഞാൽ അത് 100% നുണയാണെന്ന് അറിഞ്ഞാൽ പോലും അത് തിരുത്തണമെങ്കിൽ ചുരുങ്ങിയ 48 മണിക്കൂർ വേണം. അത്ര വ്യാപിപ്പിക്കുകയാണ്. അത്ര വ്യാപിപ്പിച്ചിട്ട് തെറ്റാണെന്ന് ഒരാൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും അയാൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും. കാണുമ്പോൾ തന്നെ രക്തം തിളച്ചു, ഉടൻ അയാൾ ഒരു 100 ആൾക്ക് വിട്ടു, ആ 100 ആൾ 1000 പേർക്ക് വിട്ടു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ കവറപ്പ് ചെയ്യണമെങ്കിൽ 48 മണിക്കൂർ അന്നത്തെ കണക്ക്, അന്നത്തെ ഗാഡ്ജറ്റുകളെ കണക്ക് വെച്ചിട്ട് ചുരുങ്ങിയത് വേണം. ഇനി 25% സത്യം അതിൽ കയറ്റി എന്ന് പറഞ്ഞാൽ ചില വസ്തുതകൾ ഇത് അടുത്തൊരു മെസ്സേജ് വന്നു, ഔറംഗസീബ് മരിക്കുമ്പോൾ പറഞ്ഞത്രേ, ഞാൻ ശിവജിയെ കാണുകയാണെങ്കിൽ മാപ്പ് ചോദിക്കണം, കാരണം ശിവജിയോട് യുദ്ധം ചെയ്യുക, ഒരു ഹിന്ദു രാജാവിനോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന തെറ്റ് എനിക്ക് പറ്റി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരിക. ശിവജി മരിച്ചിട്ട് 28 വർഷം കഴിഞ്ഞിട്ടാണ് ഔറംഗസീബ് മരിക്കുന്നത്. ഇത് കണ്ട വഴിക്ക് രക്തം തിളച്ചു വിടും പോയി. ഇത് നമ്മളിത് പറഞ്ഞ് എത്തിക്കുമ്പോ ഈ കൊല്ലം ശിവജി മരിച്ചത് ഇത്ര, ഇത് എത്തുന്നതിന് മുമ്പ് പോയി കഴിഞ്ഞു. അപ്പൊ ഇവരോട് പറയാതെ അതിൽ 25% സത്യം ഉണ്ടെങ്കിൽ ഈ 48 മണിക്കൂർ എന്ന് പറയുന്നത് അതിന്റെ 4 ഇരട്ടിയും. കാരണം 25% സത്യമാണോ എന്ന് പറഞ്ഞു നിൽക്കാം. 50% സത്യം ഉണ്ടെങ്കിൽ അതിന്റെ അളവ് എന്ന് പറയുന്നത് 1 മാസമൊക്കെയോ, 1 മാസമൊക്കെ അത് കൂളായിട്ട് ഓടിക്കോളും. ഈ കൂളായിട്ട് ഓടുന്നു എന്ന് പറയുന്നത്
ഈ പ്രവർത്തകരുടെ ഇടയ്ക്കല്ല, മറിച്ച് ഈ ഹിന്ദു മിഡിൽ ക്ലാസിന്റെ ഉള്ളിലാണ്, അതിലേക്ക് പോവാണ്. അപ്പം എൻ്റെ ഈ പറയുന്ന വാർത്ത, എൻ്റെ കുടുംബ ഗ്രൂപ്പിൽ ഇത് വരുമ്പോൾ ആദ്യം എല്ലാവരും കൂടി ചാടി വീഴും. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇത് തെറ്റാണെന്ന് പറയാൻ ഭയങ്കര ആവേശമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആവേശം തടുത്തു. അവരുടെ ആവേശം തടുത്തിട്ടില്ല കേട്ടോ. അവര് ഒരു മെസ്സേജിന് പകരം 4 മെസ്സേജ് ആക്കി. അവിടെ തടുത്തിട്ടില്ല, നമ്മുടെ ആവേശം തടുത്തു. നമ്മുടെ ആവേശം തടുത്തപ്പോൾ വീണ്ടും ഈ മെസ്സേജുകൾ പല രീതിയിലുള്ള വരുന്നു. അപ്പൊ ചിലര് ഈ പറയുന്ന ജനാധിപത്യ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന പലരും, ഇത് വളരെ സ്വകാര്യമാണല്ലോ, കുടുംബാംഗങ്ങൾ മാത്രമല്ലോ, ഈ പറയുന്നതൊക്കെ തെറ്റാണെങ്കിലും കുറച്ച് ശരിയുണ്ട്. മെജോറിറ്റി തെറ്റാണില്ല, പക്ഷെ കുറച്ച് ശരിയുണ്ടെന്ന് പറയുന്ന അടുത്തേക്ക് എത്തുന്നു. പിന്നെ ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒന്നുകിൽ സൈലന്റ് ആവുന്നു, അല്ലെങ്കിൽ ശരി വെക്കുന്ന തരത്തിലുള്ള വ്യംഗ്യ പ്രസ്താവനകൾ വരും. ഈ പൊളിറ്റിക്സിനെയാണ് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, സത്യാനന്തര രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി സംസാരിക്കുന്നു. നമ്മൾ 92-ല് നമ്മുടെ മുമ്പിൽ വെച്ച്, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്, നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു മന്ദിരം, ഒരു പള്ളി നമ്മുടെ മുമ്പിൽ വെച്ച് അടിച്ചു പൊളിച്ച് താഴ്ത്തുന്നു. നമ്മൾ മുഴുവൻ കണ്ടിട്ടാണ്. നമ്മൾ അതിനെ മുഴുവൻ എതിർക്കുന്നു. പല തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ നമ്മളൊക്കെ വേദനിക്കുന്നു. പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിനെതിരെയുള്ള രാഷ്ട്രീയത്തിന് വേണ്ടി നമ്മൾ പണിപ്പെടുന്നു. പലതരത്തിലെ ആൾക്കാർ പ്രവർത്തിക്കുന്നു. അപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം ഉണ്ടാകും. നമ്മുടെ ഉള്ളിൽ ഇത് തെറ്റാണ്, രാഷ്ട്രീയപരമായിട്ട് അങ്ങേയറ്റത്തെ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ത്യ അത് കോമ്പൻസേറ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ നമുക്ക് പോലീസ് ഉണ്ട്, അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, നമുക്ക് വിധിക്കാനുള്ള ജുഡീഷ്യറി ഉണ്ട്, നമുക്കെല്ലാം ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യ സമരത്തിന് മൂല്യങ്ങളുണ്ട്. അതിനുശേഷമുള്ള രാഷ്ട്രീയ കക്ഷികൾ നിരവധി തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായ മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങളുടെ മുകളിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്ന എന്താ? ഈ പള്ളി തകർത്തവര് ഈ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 5-10 കൊല്ലം കഴിഞ്ഞ് ഇവര് കുറ്റക്കാരായി വിധിക്കപ്പെടുന്നതാണ് നമ്മൾ മുഴുവൻ ഉള്ളിലുള്ളത്. ഇത് വലിയ തരത്തിലുള്ള അക്രമമാണ്, അവര് രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തണം എന്ന് പറയുന്നു. പക്ഷെ നമ്മളുടെ വിശ്വാസം അതാണ്. എന്താ സംഭവിച്ചത്? ഈ 22-ാം തീയതി ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ട്രൂത്ത് ക്ഷേത്രം നമ്മുടെ മുന്നിൽ വരും. ആദ്യത്തെ സത്യാനന്തര ആരാധനാലയം ഇന്ത്യയിൽ വരാൻ പോകും. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ മുമ്പിൽ വെച്ച് മുഴുവൻ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ കണ്ടു നിൽക്കുന്ന ഒരു സംഭവമാണ്. ഓരോന്നിനും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തകർത്ത് തരിപ്പണാക്കി ഒരു കൂട്ടം ഹൂളിഗൻസ് വന്നിട്ട്, ഒരു കൂട്ടം ക്രിമിനലുകൾ വന്നിട്ട് കയ്യോടെ തകർത്ത് തരിപ്പണാക്കിയ ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം ഉയർന്നു. ഈ ക്ഷേത്രം ഉയരുന്നിടത്ത് ആരാ അത് കാർമ്മികത്വം പ്രധാനപ്പെട്ട കാർമ്മികനായിട്ട് വരുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി. ആരോ ആയിക്കൊള്ളട്ടെ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ് വരുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വരുന്നത്. ഈ പറയുന്ന ഒരു തിരക്കഥയുടെ, ഈ പറയുന്ന ഒരു ദൃശ്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയെ പറ്റി സംസാരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എത്തിക്സിനെ പറ്റി സംസാരിക്കുന്നത്. അതാണ് അതിന്റെ വൈരുദ്ധ്യം. ഇരുൾ കൂടിയ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ആലങ്കാരികമായിട്ടുള്ള കാര്യമല്ല. ഇന്ത്യയില് ദൈനംദിനമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടെയാണ് നമ്മളിത് ഇതിനൊരു വരവരയ്ക്കുക? വളരെ എളുപ്പമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. ഇത് മുഴുവൻ വ്യാജമാണ്, ഇത് മുഴുവൻ പ്രൊപ്പഗൻഡയാണ്, ഇത് മുഴുവൻ നുണയാണ്. സത്യം പറഞ്ഞാൽ തകരുന്നതേ ഉള്ളൂ നുണ. പക്ഷേ നുണയ്ക്ക് വലിയ ശക്തി ഉണ്ടെന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. അവിടെ നമ്മൾ വലിയ കാൽപ്പനികമായിട്ടുള്ള ആശയങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ പറയും ഇത് ഫാസിസം ലോകത്തെങ്ങും തകർന്നിട്ടുണ്ട്, ഫാസിസം നോക്കുമ്പോൾ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, മുസോളിനി കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ പറയും. നമുക്ക് അതിൻ്റെ മുന്നിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, വസ്തുതകൾ പറയാനുണ്ട്.
പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ വെറും 10-15 കൊല്ലം മാത്രം ഉണ്ടായിട്ടുള്ള പ്രതിഭാസമാണ്. മാക്സിമം 15 കൊല്ലം, അത്രയേ ഉള്ളൂ അവരുടെ ഒരു ഭരണകാലം എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു യുദ്ധത്തിലാണ് പരാജയപ്പെട്ടത്. രണ്ടാം ലോക യുദ്ധം എന്ന് പറയുന്ന ഒരു വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രങ്ങളൊക്കെ പങ്കെടുത്ത ഒരു യുദ്ധത്തിലാണ് അവർ പോയത്. നമ്മുടെ മുമ്പിലെ ഈ ഫാസിസം ഈ 2025 100 വർഷം തികയാണ് RSS. 100ാമത്തെ വർഷമാണ് 2025 വിജയദശമി ദിനം. അത് RSSന്റെ 100ാമത്തെ വർഷമാണ്. അതിന്റെ മാനിഫെസ്റ്റോ ഉണ്ടായ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന സവർക്കറിന്റെ പുസ്തകം ഉണ്ടായിട്ട് 2023 100 കഴിഞ്ഞത് 101ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതുവരെ ഉണ്ടായ ഫാസിസ്റ്റ് കക്ഷികളെക്കാളും വലിയ തരത്തിൽ പാരമ്പര്യമുള്ള ഒരു ഫാസിസത്തെയാണ് നമ്മൾ നേരിടുന്നത്. രണ്ടാമത്, നമ്മളത് നടത്തുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് സ്വയമേവ അറിയാൻ പറ്റും. നമ്മളിൽ അവശേഷിക്കുന്ന പ്രത്യാശയെ അങ്ങേയറ്റം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഇത്രയേ ഉള്ളൂ. നുണ പരാജയപ്പെടണം, സത്യം ജയിക്കണം. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഇതാണ്. പക്ഷെ അത് കാൽപ്പനികമായിട്ടല്ല, മറിച്ച് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കൊരു പ്രത്യാശയുണ്ട്. അപ്പം നാളെ രാവിലെ ഞാനിപ്പം ഇവിടെ സംസാരിക്കുമ്പോൾ നാളെ എനിക്ക് KLF പോകണം. അവിടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അതിനെപ്പറ്റി സംസാരിക്കണം. അവിടെ ഒരു ഡിസ്കഷൻ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അല്ലാതെ നാളെ കാലത്ത് ഞാൻ എണീറ്റ് വരുമ്പോൾ ഒരാൾ വന്ന് തലക്കടിച്ച് കൊല്ലുന്നല്ല. നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും നാളെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഇത് വെറുതെ ഒരു മനുഷ്യന്റെ ഒരു ജൈവികമായിട്ടുള്ള കാര്യമല്ല, മറിച്ച് നമ്മളൊരു പ്രത്യേക സമൂഹത്തിൽ, മൂല്യങ്ങളുള്ള സമൂഹത്തിൽ ജനിച്ചു വന്നതിന്റെ ബാക്കിയാണത്. ആ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശയാണ് യഥാർത്ഥത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത് വളർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നമ്മുടെ ഉള്ളില് നമ്മുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പൊ ഇന്റീരിയർ ഡൊമൈൻ ഓഫ് സോവറിനിറ്റി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. എന്ന് പറഞ്ഞാൽ പരമാധികാരത്തിന്റെ ഇടം എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ മാത്രമല്ല നമ്മുടെ ഉള്ളിലുമാണ്. നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ നമുക്കൊരു വാർത്ത കേൾക്കുമ്പോൾ, ഇപ്പം ഈ പറയുന്ന മന്ദിരം ഉയരുന്നു ആ വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു രോഷം വരണം. അല്ലാതെ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ അങ്ങനെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ തീരുമാനിക്കുക, അവര് നമുക്ക് ഇത് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് വേണം നമുക്ക് രോഷം കൊള്ളാൻ നല്ല ഉള്ള വിചാരമില്ല വേണ്ടത്. നമ്മുടെ ഉള്ളിൽ ആ ബോധം ഉണ്ടാക്കണം, നമ്മുടെ ഉള്ളിൽ ആ അവബോധം ഉണ്ടാക്കണം. ഈ അവബോധം ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ നേരിടുന്നത് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ കക്ഷിയുടെ അവബോധത്തെ അവിടെ നിന്ന് ഇറക്കി വിടേണ്ടി വരും, അവിടുന്ന് കളയേണ്ടി വരും. ആ അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് നടന്നില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പില് നമ്മൾ ഈ പറയുന്ന പോലെ ഇവര് പുറത്തായിന്ന് വരാം, അല്ലെങ്കിൽ കുറച്ചു കാലം ഒരു പുറത്തു നിന്നു വരാം. പക്ഷെ പിന്നീട് അവർ വരുന്നത് വലിയ ശക്തിയോടെ. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടേണ്ടത് ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഒക്കെ മസ്തിഷ്കത്തില് ഇങ്ങനെ ചെളിയായിട്ട് വളരുന്ന, ചെളി നിറയ്ക്കുന്ന ഈ വലിയ ഫാസിസ്റ്റ് അവബോധത്തിനെ നേരിടണം. ഈ ഫാസിസ്റ്റ് അവബോധത്തിനെ നേരിടണമെങ്കിൽ നമുക്ക് മാനവികതയെന്ന് കുറെ ആശയം എടുക്കേണ്ടി വരും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള സംഗതികളുടെ എത്തിക്കലായിട്ടുള്ള മുഴുവൻ കാര്യം കൊണ്ടുവരേണ്ടി വരും. എന്താണ് ഡെമോക്രസി എന്ന് ചോദിക്കേണ്ടി വരും, എന്താണ് സെക്യുലറിസം എന്ന് ചോദിക്കേണ്ടി വരും, പല ചോദ്യം ചോദിക്കേണ്ടി വരും. ജനുവരി 23 ഒരു കുറെ കൊല്ലം മുമ്പുള്ള ഒരു ജനുവരി 23 ആണ് ആദ്യമായിട്ട് രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന പാട്ട് ഗാന്ധി തെരഞ്ഞെടുക്കുന്നത് പ്രാർത്ഥനാ സമ്മേളനത്തിൽ. ആ പാട്ട് ഗാന്ധിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് നമ്മൾ ഇന്ന് കാണുന്ന മനുവും ആഭയും തോളിൽ കയറ്റി കിടക്കുന്ന 2 കുട്ടികളുണ്ടല്ലോ, അതിൽ മനു ബെന്നാണ് ഈ പാട്ട് ആദ്യമായിട്ട് പാടുന്നത്. നവഖാലിയിൽ നടക്കുകയായിരുന്നു. നവഖാലിയിൽ ഈ പറയുന്ന ചോരയും കണ്ണീരും നിറഞ്ഞ വഴികളിൽ കൂടെ തമ്മിലടിക്കുന്ന മനുഷ്യർക്കിടയിൽ കൂടെ നടക്കുമ്പോഴാണ് മനു ഈ പാട്ട് പാടുന്നത്. 3ാമത്തെ വരിയെത്തിയപ്പോൾ, ഈശ്വര അള്ളാ തേരേ നാം എന്ന് പറയുന്ന വരിയെത്തിയപ്പോൾ ഗാന്ധി നിന്നു. ഗാന്ധി നിന്നിട്ട് ഒന്നുകൂടി പാടാൻ പറഞ്ഞു. ഗാന്ധി പറഞ്ഞു, ഈ പാട്ട് ഇനി
നീ ഇത് എവിടെ നിന്ന് കേട്ടതാണ്? ഞാൻ ഗാന്ധി എത്രയോ പ്രായമുള്ള മനുഷ്യനാണ്, 19 വയസ്സൊക്കെ കേട്ടുള്ളൂ എന്ന് മനു. നീ എവിടെ നിന്ന് കേട്ടതാന്ന് ചോദിക്കും. മനു പറയും, ചെറുപ്പത്തിൽ എവിടെയോ എൻ്റെ നാട്ടിലെ ഈ പ്രണാമി വൈഷ്ണവരാണ് അവരൊക്കെ, ഈ പ്രണാമി വൈഷ്ണവരുടെ തന്നെ ഏതോ ഭജനപ്പാട്ടിൽ നിന്ന് കേട്ടതാന്ന് പറയും. ആ പാട്ടില് ഈ ഈശ്വർ അള്ള എന്ന് പറയുന്ന 2 നാമത്തിനെ കൂട്ടിയിണക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അർസറും ബാക്കി ആളുകളും ഹിന്ദു ഫാസിസ്റ്റുകളും പറഞ്ഞത് ഇത് ഗാന്ധി ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും നിങ്ങളുടെ വാട്സാപ്പിൽ കാണാം, ഗാന്ധി രാമനെയും റഹീമിനെയും കൂട്ടി യോജിപ്പിച്ച് ഇന്ത്യയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്നും പറയുന്നതല്ല. അല്ല, ഇത് ഇന്ത്യയിലെ ജനങ്ങൾ ജീവിച്ചുണ്ടാക്കിയതാണ്, അവരുടെ ജീവിത പരിചയത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. നമ്മുടെ അപ്പുറത്തുപ്പുറത്തുള്ള മനുഷ്യർ എത്രയോ വ്യത്യസ്തരായിരിക്കും, വലിയ വേറെ മതത്തിൽപ്പെട്ട ആളായിരിക്കും, ചിലപ്പോൾ സാമ്പത്തികമായി ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. എങ്കിൽ പോലും നമ്മൾ ജീവിച്ചിട്ടുണ്ടാക്കിയൊരു വലിയ വാല്യൂ സിസ്റ്റം, ഈ വാല്യൂ സിസ്റ്റം നഷ്ടപ്പെട്ടാൽ ഭരണഘടനയിൽ എന്ത് സെക്യുലറിസം എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഈ വാല്യൂ സിസ്റ്റം നഷ്ടപ്പെട്ടിട്ട് ഭരണഘടനയിൽ ഡെമോക്രസി ഉണ്ടെന്ന് എടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഇസ്രായേലിലെ ഭരണഘടനയിൽ ഡെമോക്രസി ഒക്കെ ഉണ്ട്, വലിയ തരത്തിൽ ഡെമോക്രസി, അവിടെ തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നുണ്ട്. എന്താ, ജൂതർക്കിടയിൽ മാത്രം, അതിൻ്റെ അപ്പുറത്തെ ആൾക്കില്ല. ജൂതർക്കിടയിൽ ഡെമോക്രസി ഉണ്ട്, അപ്പുറത്തെ മെജോറിറ്റിക്കുള്ളിലുണ്ട്, മൈനോറിറ്റിക്കില്ല. അപ്പോൾ ഈ തരത്തില് നമ്മൾ ഒരു ഭരണഘടന പോലെ ഒരു ജീവിക്കുന്ന ഒരു ആശയം നമുക്ക് മുന്നിലുണ്ടെങ്കിൽ അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ജീവനും കൂടി പോകുന്നു എന്നാണ്, നമ്മുടെ ഉള്ളു കുറയുന്നു എന്നാണ്, നമ്മുടെ ഉള്ളിലെ ഈ പറയുന്ന സോവർണിറ്റിയെ സംബന്ധിച്ച പരമാധികാരത്തിന്റെ സ്ഥലം ചുരുങ്ങി വരുന്നു എന്നാണ്. നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനാ സംരക്ഷണം എന്ന് പറയുന്നത് അതിലെ ആ പരികൽപ്പനകളെ നിരന്തരം നവീകരിച്ചും ആധുനികമായിട്ടും നിലനിർത്തുക എന്ന് പറയുന്ന ഒരു സ്ഥലം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഉള്ളിലെ നമ്മുടെ അവബോധത്തെ നൈതികവൽക്കരിക്കുക എന്ന് പറയുന്ന, എത്തിക്കലാക്കി നിലനിർത്തുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് രണ്ടും ഒപ്പേ പോവുള്ളൂ, രണ്ടായിട്ട് പോവില്ല. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ കോഴിക്കോട് പോകണം, രാത്രി തൃശ്ശൂരിൽ തിരിച്ചെത്തണം, 8:30. നമ്മുടെ ഒരു ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നതാണ് ഒരർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന ദൗത്യം. അതിന്റെ സൈദ്ധാന്തിക ദൗത്യമൊക്കെ വേറെ ആണെങ്കിലും നിത്യ ജീവിതത്തിൽ അത് നമ്മുടെ ഒരു ലാസ്റ്റ് റിസോർട്ടാണ്. ഇപ്പോ രമേശ് സാറ് 13-ാം തീയതി അല്ലേ മരിച്ചത്? ഈ ജനുവരി 16 മറ്റൊരു കവി, മലയാളത്തിന്റെ ഒരു വലിയ കവി ആറ്റിൽ മുങ്ങി മരിച്ച ദിവസമാണ്. കുമാരനാശാന്റെ 100ാം ചരമദിനാണ് ഈ വരാൻ പോകുന്നത്. അപ്പൊ ഈ കുമാരനാശാന്റെ എല്ലാ കൃതികളും ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യണ്ടായി. കാരണം എല്ലാം സീത അവസാന കാലത്ത് ഇങ്ങനെ വീണ്ടും അയോധ്യയിലേക്ക് തിരിച്ചു പോകുമ്പോ അവിടെ ഇരുന്ന് ആലോചിക്കുന്ന മട്ടിലാണല്ലോ ആ കാവ്യം എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിൽ രാമനെ പറ്റി പറയുന്ന ഒരു 3-4 വരികളുണ്ട്. പടു രാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ, നെടുനാൾ വിപിനത്തിൽ വാടുവാൻ ഇടയായി ഞങ്ങളതെന്റെ കുറ്റമോ എന്ന 4 വരിയിലാണ് ശരിക്കും പറഞ്ഞാൽ രാമനെ നേരിട്ട് ഒരു വിമർശനം വെക്കുന്നത്. ബാക്കിയൊക്കെ മറ്റൊരു തരത്തിലുള്ള വിമർശനങ്ങളാണ്. ഈ 4 വരിയിൽ രാമനെ പറ്റിയുള്ള ഒരു വലിയ വിമർശനമുണ്ട്. എന്ന് പറഞ്ഞാല് ഞങ്ങള് കുറെ കാലം കാട്ടിൽ താമസിക്കാൻ ഇടയായി, അതെന്റെ കുറ്റാണോ? അല്ലെങ്കിൽ എൻ്റെ ഉടലിനെ, എൻ്റെ സുന്ദരമായ ഉടലിനെ ഒരു രാക്ഷസ ചക്രവർത്തി മോഹിച്ചു, അത് ഞാൻ ചെയ്ത കുറ്റാണോ? ഈ ക്വസ്റ്റ്യനാണ്, ഈ 2 ചോദ്യങ്ങളാണ് മുന്നിൽ വെക്കുന്നത്. ഈ 2 ചോദ്യം മുന്നിൽ വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സീതയ്ക്ക് ജീവിതകാലം മുഴുവൻ കാത്തിരിക്കേണ്ടി വന്നു ഈ ചോദ്യം ചോദിക്കാൻ. ഈ ചോദ്യം രാമനോട് തന്നെയാണ് ചോദിക്കാൻ പറ്റുന്നത്, അല്ലാതെ വേറൊരു ഏജൻസി ഇല്ല അവിടെ, ഇതിന്റെ ഇടയിൽ ഒരു ഏജൻസി ഇല്ല. എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ചിന്താവിഷ്ടയായ സീതയിലോ അല്ലെങ്കിൽ അക്കാലത്ത് എല്ലാ സാഹിത്യ കൃതികളിലും ഒരാൾ തെറ്റ് ചെയ്താൽ അത് ചിലപ്പോൾ ഒരാൾ നേരിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റായിരിക്കും, ചിലപ്പോൾ അയാൾ ഘടനയുടെ ഭാഗമായി, സാമൂഹ്യ ഘടനയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന തെറ്റായിരിക്കും. പക്ഷെ എന്തൊക്കെ ചെയ്താലും ഈ തെറ്റ് നമുക്ക് അനുഭവിച്ച ആൾ, ഇത് മുഴുവൻ സഹിച്ച ആൾക്ക് ചോദിക്കാൻ അയാൾ തന്നെയുള്ളൂ, വേറൊരിടയില്ല, 3ാമതൊരു ഏജൻസി ഇല്ല. ഈ 3ാമതൊരു ഏജൻസി കൊണ്ടുവരികയാണ് ശരിക്കും പറഞ്ഞാല് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡപ്പ് ചെയ്യുന്നതോടെ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ജനാധിപത്യമായ ഒരു പരികല്പന വരുന്നതോടെ സംഭവിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് തെറ്റ് ചെയ്താല് അല്ലെങ്കിൽ ചിന്തയുടെ രൂപത്തില് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം വരുന്നതോടെ ഈ പറയുന്ന ഒരു സംഗതിയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ദുർബലന് ഒരു ആശ്രയ സ്ഥാനം വരുന്നുണ്ട്, നീതി കിട്ടാത്ത മനുഷ്യർക്ക് ഒരു ആശ്രയ സ്ഥാനം വരുന്നുണ്ട്. അതുകൊണ്ട് പെരുമാൾ മുരുകൻ ചെയ്യുന്നത് ആ സമയത്ത് എനിക്ക് നീതി കിട്ടണം, ഞാൻ ഇത് ഈ കൃത്യമായിട്ടൊരു സാഹിത്യ കൃതിയാണ് എഴുതിയത്, ആ സാഹിത്യ കൃതി 100 കൊല്ലം മുമ്പുള്ള എൻ്റെ നാടിന്റെ കൃത്യസ്ഥിതി വെച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇതിൽ അഭിമാനമുണ്ട്. അതുകൊണ്ട് എനിക്ക് നീതി കിട്ടണം. കൊന്ന ഒരു സ്ത്രീയെ നിരവധി തവണ ബലാത്സംഗം ചെയ്ത ആള് കോടതി ശിക്ഷിച്ചിട്ട് 4-ാം ദിവസം പുറത്തിറങ്ങി നടക്കുകയാണ്. 4-ാം ദിവസം പുറത്തിറങ്ങി നടക്കുക മാത്രമല്ല, സ്റ്റേറ്റ് പറയുന്നു, ഈ ശിക്ഷ കൊടുത്ത സ്റ്റേറ്റ് പറയുന്നു അവര് ഹീറോസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പോയിട്ട് മാലയിടുന്നു. അവർക്ക് ആദരം ഇപ്പൊ പെരുമാൾ മുരുകന് കൊടുത്ത പോലെ സ്റ്റേജിൽ വിളിച്ചിരുത്തിയിട്ട് അംഗീകാരങ്ങൾ കൊടുക്കും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം വന്ന വിധി നമുക്കൊക്കെ വലിയ ആശ്വാസം തന്ന പോലെ തന്നെയാണ് ഈ കേസിൽ സഞ്ജയ് കിഷൻ കൗളിന്റെ വിധി എന്ന് പറയുന്നത്. വായിച്ച് പഠിക്കേണ്ടതാണ്. അതിൽ ആദ്യത്തെ വാചകം തന്നെ നമ്മളെ സ്വതന്ത്രമാക്കും. ആദ്യത്തെ വാചകം വോൾട്ടയർ വാചകമാണ്. വോൾട്ടയർ വാചകം പറയുന്നത്, നിങ്ങളോട് വിയോജിക്കാൻ അല്ലെങ്കിൽ എന്നോട് വിയോജിക്കാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ പോരാടുന്നതാണ് വിധിയുടെ ആദ്യ വാചകം. എന്ന് പറഞ്ഞാൽ എന്നോട് യോജിക്കാനല്ല, എന്നോട് വിയോജിക്കാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിക്കാനായി ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ പോരാടും എന്ന് പറയുന്ന വാചകത്തിലാണ് തുടങ്ങുന്നത്. അതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു പുസ്തകം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കീറി കളഞ്ഞോ, നിങ്ങൾ സ്വന്തം പൈസ കൊടുത്ത് മേടിച്ചാണെങ്കിൽ നിങ്ങളത് കത്തിച്ചു കളഞ്ഞോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ അതിനെപ്പറ്റി മോശം ആയി പറഞ്ഞു നടന്നോ, നിങ്ങൾ അതിനെ ഖണ്ഡിച്ചോ, നിരൂപണം എഴുതിക്കോ, ഖണ്ഡന നിരൂപണം എഴുതിക്കോ, അതിൻ്റെ ഗുണമില്ലായ്മ വ്യക്തമാക്കിക്കോ, പക്ഷേ നിരോധിക്കാൻ ആവശ്യപ്പെടരുത്. അത് നിങ്ങളുടെ കാര്യമില്ല. അതൊരു സ്റ്റേറ്റ് ഒരു പൗരനും പൗരയ്ക്കും നൽകുന്ന വലിയ അവകാശമാണ് ഈ ആവിഷ്കാരത്തിലുള്ള അവകാശം എന്ന് പറയുന്നത്. അത് ചെയ്യാൻ നമ്മൾ പാടില്ല. നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് അതിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാം, അതിനെ എതിരെ. രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഒപ്പം ഉണ്ടായ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അത് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ ഉണ്ടായി. ഈ 2 രാജ്യങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ രണ്ടും ഒരർത്ഥത്തിൽ ഒരു മതാത്മക രാജ്യങ്ങളാണെന്ന് പറയാം. അതേസമയം ജനാധിപത്യ രാജ്യങ്ങളാണ്. അവിടെ തെരഞ്ഞെടുപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മതക്കാർക്കും ആണ് അവിടെ വലിയ ഡോമിനൻസ് ഉള്ളത്. ഇപ്പൊ ഇസ്രായേലാണെങ്കിൽ ജൂതന്മാരാണ്, പാകിസ്ഥാനിലാണ് മുസ്ലിങ്ങളാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഗതി തന്നെയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലെ വൈവിധ്യങ്ങള് അത്രയില്ല ഈ 2 സ്ഥലത്തും. മതം എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിന് പുറത്ത് കുറെ ആൾക്കാരെ മെജോറിറ്റിയുടെ ഒരുമിപ്പിക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മുടെ പോലത്തെ പ്രശ്നങ്ങളില്ലാത്ത രാജ്യങ്ങളാകും അത് എന്നായിരുന്നു ധാരണ. ഇവിടെ രണ്ടിടത്തും ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൂടി പിരിഞ്ഞു പോയി, സമവായത്തിലെത്തിയില്ല. സമവായത്തിലെത്താതെ പിരിഞ്ഞു പോയി. പാകിസ്ഥാനിലും ഇസ്രായേലിലും ഒരു ഭരണഘടന തുടക്കത്തിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യക്കാര് നമ്മൾ ഭരണഘടന ഉണ്ടാക്കുക മാത്രമല്ല, ഈ ഭരണഘടന വലിയ തരത്തിൽ നമ്മളുടെ രീതിയിൽ നമ്മളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് അത് ഉണ്ടാക്കുകയും. ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ഓരോ കൊച്ചു കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. കാരണം ഭരണഘടന മനസ്സിലാക്കിയാൽ മാത്രമേ ഇന്നത്തെ സ്റ്റേറ്റിന്റെ, ഇന്നത്തെ ഈ യൂണിയൻ ഗവൺമെന്റിന്റെ ഈ പറയുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യം നമുക്ക് എന്താണെന്ന് അറിയണം. നമ്മളെ ഒരു രാജാവ് പോലെയല്ല യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഭരിക്കേണ്ടത്. രാജാവ് പോലെയല്ല, രാജഭരണമല്ല, ഇത് ജനാധിപത്യ ഭരണമാണ്. ഉറപ്പുണ്ടാക്കിയത് അത് ചെറിയ കാര്യമല്ല. അത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, അന്ന് നമുക്ക് എല്ലാ മനുഷ്യർക്കും ഒരു പുതിയ സ്വത്വം വേണമായിരുന്നു, പുതിയ ഒരു വ്യക്തിത്വം വേണമായിരുന്നു. കാരണം സ്വാതന്ത്ര്യ സമരത്തിന് തീച്ചുളന്ന് വന്ന മനുഷ്യരാണ്, പുതിയ ലോകത്തിന് വേണ്ടി കൊതിച്ച മനുഷ്യരാണ്. പുതിയ ലോകത്ത് പാർക്കണമെങ്കിൽ പുതിയ വ്യക്തിത്വം വേണം. ഈ പുതിയ വ്യക്തിത്വത്തിന് വേണ്ടി കൊതിക്കുന്ന മനുഷ്യര് സ്വാഭാവികമായിട്ട് ഒരു ഭരണഘടനയ്ക്ക് പോയി. ഭരണഘടന ബാച്ചോ 2ാമത്തെ ബാച്ചോ അങ്ങോട്ട് പുറമേക്ക് പോവാണ് അവരുടെ
ആ ഈ പുറത്തു പോകുന്ന ചടങ്ങ്, ബിരുദദാന ചടങ്ങ് നടത്തുകയാണ്. ബിരുദദാന ചടങ്ങ് നടത്തുമ്പോൾ ഗാന്ധിയായിരുന്നു മുഖ്യാതിഥി. ഗാന്ധിയുടെ അടുത്ത് ഒരു കുട്ടി, അന്ന് അവിടെ പഠിക്കുന്ന കുട്ടി ഒരു ഓട്ടോഗ്രാഫ് കൊണ്ടു ചെല്ലും. ഓട്ടോഗ്രാഫ് കൊണ്ടു ചെന്ന് ഗാന്ധിയോട് പറയും, ഒന്ന് എഴുതി തരാൻ പറയും. അപ്പൊ ഗാന്ധി കുറെ നേരം ആലോചിച്ചിട്ട് എഴുതും, നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരാൾക്കൊരു വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് 1,00,000 തവണ ആലോചിക്കണം. അത്രയും ആലോചിക്കണം. അത്ര ആലോചിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങരുത്. ആ വാക്ക് പാലിക്കണം. തല പോയാലും പാലിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഓട്ടോഗ്രാഫിൽ ഗാന്ധി എഴുതിയിരിക്കുന്നത്. അപ്പൊ ഗാന്ധി എഴുതി, കുട്ടിക്ക് സന്തോഷമായി. അപ്പുറത്ത് തന്നെ ടാഗോർ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ വേദിയിൽ ഗാന്ധി ഇരിക്കുന്നുണ്ട്, അപ്പുറത്ത് തന്നെ ടാഗോർ ഇരിക്കുന്നുണ്ട്. ടാഗോറിന്റെ അടുത്ത് ഈ ഓട്ടോഗ്രാഫ് കൊണ്ടിരിക്കുന്നു. ടാഗോർ ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ മുമ്പ് എഴുതിയ ആളുകളൊക്കെ എഴുതിയത് എന്താണെന്ന് വായിച്ചു നോക്കും. അപ്പൊ ഗാന്ധി എഴുതിയത് കണ്ടു. ഒരു ആലോചനയും കൂടാതെ ടാഗോർ അടുത്ത പേജിൽ എഴുതും, നിങ്ങൾ ഒരു വാക്ക് ഒരാൾക്ക് 1,00,000 2,00,000 തവണ ആലോചിച്ചിട്ട് കൊടുത്താൽ പോലും അത് തെറ്റാണെന്ന് മനസ്സിലായി ഒട്ടനെ അതിൽ നിന്ന് പിന്മാറുക. ഇതാണ് ടാഗോർ എഴുതി വെക്കുന്നത്. എന്ന് പറഞ്ഞാല് തൊട്ടടുത്തിരിക്കുന്ന 2 മനുഷ്യർ തമ്മിൽ ഒരു കാര്യത്തില് വലിയ വ്യത്യസ്തമായ നിലപാടെടുക്കുന്നുണ്ട്. ഈ 2 നിലപാടും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഗാന്ധിയുടെ അഭിപ്രായം ശരിയല്ലേ? നമ്മൾ ഒരു കാര്യത്തിനൊരു തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ പലതവണ ആലോചിക്കുന്നു. ഈ തീരുമാനം എടുത്തിട്ട് നമ്മൾ പിരിഞ്ഞു, നാളെ കാലത്ത് നമ്മുടെ നിലപാട് മാറിക്കഴിഞ്ഞാൽ അത് ശരിയാണോ? അല്ല. അതേസമയം ടാഗോർ പറഞ്ഞത് ശരിയാണ്. 1,00,000 തവണ ആലോചിച്ച് 2,00,000 തവണ ആലോചിച്ച് നമ്മൾ എടുത്ത തീരുമാനം അത് അട്ടർ ഫെയിലിയറാണ്, അട്ടർ ഫ്ലോപ്പാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ പിന്മാറും. ഇതും ശരിയാണ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം. സത്യം പലതെന്ന് ഖസാക്കിന്റെ ഇതിഹാസത്തിൽ പറയുന്ന പോലെയാണ്. അങ്ങനെ പല സത്യങ്ങളുടെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ നടന്നു പോയി